ഗസ വെടിനിർത്തൽ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോഴും ഖത്തറിനെ വിളിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള നെതന്യാഹു മാപ്പ് പറയുമ്പോഴും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒറ്റ രാത്രിയിൽ ഇസ്രായേൽ ഗസയിൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ചാണ്. ഒറ്റ രാത്രിയിൽ 140 ആക്രമണങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ ഗസയിൽ നടത്തിയിരിക്കുന്നത്. നിരവധി ഹമാസ് കെട്ടിടങ്ങളും ആയുധങ്ങളും തകർത്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഗസയിൽ ഇസ്രായേൽ സൈന്യമായിട്ടുള്ള IDF ആണ് ശക്തമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വ്യോമ, കര, കടൽ മാർഗങ്ങളിലൂടെ 140-ലധികം സ്ഥലങ്ങൾ സൈന്യം ആക്രമിച്ചതായി റിപ്പോർട്ടുണ്ട്. തീവ്രവാദ ഗ്രൂപ്പുകളുടെ കെട്ടിടങ്ങളും ആയുധ സംഭരണ കേന്ദ്രങ്ങളും ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങൾ ആക്രമിച്ചതായി IDF ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. 3 IDF ഡിവിഷനുകളിൽ നിന്നുള്ള ഗ്രൗണ്ട് യൂണിറ്റുകൾ ഗാസ നഗരത്തിലേക്ക് ക്രമാനുഗതമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഹമാസ് ഉപയോഗിക്കുന്ന ഏകദേശം 140 ലക്ഷ്യങ്ങളിൽ ഇസ്രായേൽ വ്യോമസേന ബോംബാക്രമണം നടത്തിയിട്ടുണ്ട്. പോരാത്തതിന് അതേസമയം ഇസ്രായേൽ നാവികസേന വടക്കൻ ഗസയിൽ ആയുധ സംഭരണ കേന്ദ്രങ്ങളും ഹമാസ് അംഗങ്ങൾ ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളും ലക്ഷ്യമിട്ട് ഷെല്ലാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹമാസ് തീവ്രവാദികൾ കെട്ടിടങ്ങളിൽ ഒളിപ്പിച്ച ബോംബുകളുടെ വീഡിയോയും സൈന്യം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. 3 ഇസ്രായേലി യൂണിറ്റുകൾ ഹമാസ് ജനങ്ങൾക്ക് നേരെ നാശം വിതച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ സൈന്യത്തിൻ്റെ 3 ഡിവിഷനുകളാണ് ഗാസയിലേക്ക് സ്ഥിരമായി മുന്നേറുകയും ആക്രമണങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. IDFന്റെ 36-ാം ഡിവിഷൻ നിരീക്ഷിക്കുന്നതിനായി ഹമാസ് ഉപയോഗിച്ചിരുന്ന നിരവധി കെട്ടിടങ്ങൾ നശിപ്പിച്ചു. അതേസമയം 98-ാം ഡിവിഷൻ IDFൽ ബോംബാക്രമണം നടത്തിയ ഒരു ഹമാസ് അംഗത്തെ കൊലപ്പെടുത്തി. കൂടാതെ IDFന്റെ 162-ാം ഡിവിഷൻ നിരവധി ഹമാസ് ഭീകരരെ വധിച്ചു എന്നും അറിയാനായി സാധിക്കുന്നുണ്ട്. എന്തായാലും യുദ്ധം തുടരും എന്ന് IDF പറയുമ്പോഴും ഇസ്രായേൽ ഇപ്പോൾ യുദ്ധം നിർത്താനുള്ള തീരുമാനത്തിലേക്ക് മുന്നേറുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.